വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ കെ ഗോപാലകൃഷ്ണൻ IAS-നെതിരെ കൂടുതൽ നടപടിയില്ല. കേസെടുക്കാനാകില്ലെന്ന് പോലീസ് റിപ്പോർട്ട് നൽകി. നർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണർ ആണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കൈമാറിയത്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, പുറമേ കേൾക്കുമ്പോൾ വലിയ ഗൗരവമുള്ള ആരോപണമാണ്. നമ്മൾ ഇതിൽ ഒരു കേസെടുക്കാൻ കഴിയില്ല എന്ന ഈ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനം എന്താണ്? വിജയകുമാർ, ഒരു പ്രത്യേക മതവിഭാഗക്കാരെ ഉൾപ്പെടുത്തി വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയ സംഭവമാണ് ഏറെ വിവാദമായത്. അതും ഈ സർക്കാരിലെ തന്നെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ഒരു IAS-കാരൻ ഇത്തരത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയെന്നുള്ള ആരോപണം വന്നതാണ് വളരെ ഗൗരവത്തോടു കൂടി തന്നെ സർക്കാരും കണ്ടത്. അതിന് പിന്നാലെ ഇദ്ദേഹത്തെ ഒരു സർവീസ് ചട്ട ലംഘനം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ കൊല്ലം DCC സെക്രട്ടറി DGPക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകുന്നത്. ഈ പരാതി അന്വേഷിക്കാൻ നാർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണർ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഈ ഗോപാലകൃഷ്ണൻ IAS-നെതിരെ കേസ് എടുക്കണ്ട എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. കാരണം നിലവിൽ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ആരും തന്നെ പരാതി നൽകിയിട്ടില്ല. പുറത്തു നിന്നുള്ള ഒരാളുടെ പരാതി സ്വീകരിച്ചാൽ ആ കേസ് നിലനിൽക്കില്ല എന്നതാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം. മാത്രമല്ല, ഈ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷം അതിൽ വിദ്വേഷ പരാമർശങ്ങളോ അത്തരത്തിൽ സന്ദേശങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ കേസെടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. ഏതെങ്കിലും തരത്തിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾ പരാതി നൽകിയാൽ മാത്രം കേസെടുത്താൽ മതി എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടിയാണ് നിലവിൽ കൈമാറിയിരിക്കുന്നത്. എന്തായാലും ഈ സസ്പെൻഷനിലൂടെ തന്നെ ഈ ഒരു നടപടി ഒതുങ്ങുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അദ്ദേഹത്തിനെതിരെ കൂടുതൽ MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തുനിന്ന്. കേസെടുക്കേണ്ടതില്ല, തൽക്കാലം ഇത്രയും നടപടിയിൽ അത് ഒതുങ്ങും എന്നാണ് തിരുവനന്തപുരം ബ്യൂറോ അറിയിക്കുന്നത്.